ദൈവനാമത്തിന് മഹത്വം. സിയോൻ ഓൺലൈൻ ബൈബിൾ ക്വിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ബൈബിളിൽ നിന്നും ചില പൊതു ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ശുഭ മനു, മുംബൈ. ആദ്യത്തെ ചോദ്യം, സിംഹങ്ങളുടെ ഇടയിലിരിക്കുന്നത് എന്താണ്? ഉത്തരം പ്രാണൻ. സങ്കീർത്തനങ്ങൾ 57:4. അടുത്ത ചോദ്യം, മനുഷ്യർ റബ്ബി എന്ന് വിളിക്കുന്നത് പ്രിയമാകുന്നത് ആർക്കൊക്കെയാണ്? ഉത്തരം ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും. മത്തായിയുടെ സുവിശേഷം 28:2-7 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ആരുടെ വായാണ് അടഞ്ഞു പോകുന്നത്? ഉത്തരം ഫോഷ്ക്ക് പറയുന്നവരുടെ. സങ്കീർത്തനങ്ങൾ 63:11. അടുത്ത ചോദ്യം, ഉപദ്രവം ഉണ്ടാകുന്നത് ആർക്കാണ്? ഉത്തരം ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക്. 2 തിമോത്തിയോസ് 3:12. അടുത്ത ചോദ്യം, ദൈവം തിന്മ പകരം ചെയ്യുന്നത് ആർക്കാണ്? ഉത്തരം ശത്രുക്കൾക്ക്. സങ്കീർത്തനങ്ങൾ 54:5. അടുത്ത ചോദ്യം, മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നത് ആരെല്ലാമാണ്? ഉത്തരം ശാസ്ത്രിമാരും പരീശന്മാരും. മത്തായിയുടെ സുവിശേഷം 23:2. അടുത്ത ചോദ്യം, ഏത് യാഗം അർപ്പിക്കുന്നവനാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? ഉത്തരം സ്തോത്രമെന്ന യാഗം. സങ്കീർത്തനങ്ങൾ 50:23. അടുത്ത ചോദ്യം, കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം കിണ്ടികിണ്ണങ്ങളുടെ അകം. മത്തായിയുടെ സുവിശേഷം 23:25. അടുത്ത ചോദ്യം, ദൈവത്തിൻ്റെ ബലവും മഹത്വവും കാണേണ്ടതിന് നോക്കിയിരിക്കുന്നത് എവിടെ? ഉത്തരം വിശുദ്ധ മന്ദിരത്തിൽ. സങ്കീർത്തനങ്ങൾ 63:2. അടുത്ത ചോദ്യം, നാളും നാഴികയും അറിയാത്തവർ ആരായിരുന്നു? ഉത്തരം ബുദ്ധിയില്ലാത്ത കന്യകമാർ. മത്തായി 25:13. അടുത്ത ചോദ്യം, തൻ്റെ കാലുകളെ ദുഷ്ടന്മാരുടെ രക്തത്തിൽ കഴുകുന്നത് ആരാണ്? ഉത്തരം നീതിമാൻ. സങ്കീർത്തനങ്ങൾ 58:10. അടുത്ത ചോദ്യം, ഹെരോദാവ് തൻ്റെ ജനനോത്സവത്തിൽ വിരുന്ന് കഴിച്ചത് ആരുടെ കൂടെ ഇരുന്നാണ്? മഹത്തുക്കൾക്കും സഹസ്രാധിപന്മാർക്കും ഗലീലയിലെ പ്രമാണികളോടും കൂടെ. മർക്കോസ് 6:21. അടുത്ത ചോദ്യം, സത്യനിമിത്തം ഉയർത്തേണ്ടതിന് ദൈവം തൻ്റെ ഭക്തന്മാർക്ക് നൽകിയിരിക്കുന്നത് എന്താണ്? ഉത്തരം ഒരു കൊടി. സങ്കീർത്തനങ്ങൾ 60:4. അടുത്ത ചോദ്യം, ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് ശിഷ്യന്മാർ ഗ്രഹിക്കാതെ പോയത് എന്താണ്? ഉത്തരം അപ്പത്തിൻ്റെ സംഗതി. മർക്കോസ് 6:52. അടുത്ത ചോദ്യം, ജനനം മുതൽ ഫോഷ്ക്ക് പറഞ്ഞ് തെറ്റി നടക്കുന്നത് ആരാണ്?
ഉത്തരം ദുഷ്ടന്മാർ. സങ്കീർത്തനങ്ങൾ 58:3. അടുത്ത ചോദ്യം, മനുഷ്യർ നടക്കുന്നത് മരങ്ങൾ പോലെ എന്ന് കണ്ടത് ആരാണ്? ഉത്തരം ബത്സയിദയിൽ ഉണ്ടായിരുന്ന ഒരു കുരുടൻ. മർക്കോസ് 8:22-24 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചത് ആരാണ്? ഉത്തരം ഒരു വൈദികൻ. മത്തായി 22:35-36 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ന്യായപ്രമാണം അറിയാത്ത പുരുഷാരത്തിൻ്റെ അവസ്ഥ എന്താണ്? ഉത്തരം ശപിക്കപ്പെട്ടവർ. യോഹന്നാൻ 7:49. അടുത്ത ചോദ്യം, മലകളുടെ അടിസ്ഥാനം ഇളക്കിയത് എങ്ങനെയാണ്? ഉത്തരം യഹോവ കോപിക്കയാൽ. സങ്കീർത്തനം 18:7. അടുത്ത ചോദ്യം, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? ഉത്തരം വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. സങ്കീർത്തനം 24:3-4 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യഹോവയുടെ മുഖം കാണുന്നവർ ആരാണ്? ഉത്തരം നേരുള്ളവർ. സങ്കീർത്തനം 11:7. അടുത്ത ചോദ്യം, ക്രിസ്തുവിൻ്റെ മക്കൾ ആരെപ്പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം? ഉത്തരം പാമ്പിനെ പോലെ. മത്തായി 10:16. അടുത്ത ചോദ്യം, മനുഷ്യനെ അശുദ്ധമാക്കുന്നത് എന്തൊക്കെയാണ്? ഉത്തരം ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കുലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്ക് കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ. മർക്കോസ് 7:22. അടുത്ത ചോദ്യം, ശീലോഹം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം അയക്കപ്പെട്ടവൻ. യോഹന്നാന്റെ സുവിശേഷം 9:7. അടുത്ത ചോദ്യം, ഇസ്രയേലിൻ്റെ പ്രത്യാശ നിമിത്തം പൗലോസ് ചുമന്നത് എന്താണ്? ഉത്തരം ചങ്ങല. പ്രവർത്തികളുടെ പുസ്തകം 28:20. അടുത്ത ചോദ്യം, പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് എങ്ങനെയാണ്? ഉത്തരം കടമായിട്ട്. റോമർ 4:4. അടുത്ത ചോദ്യം, ലംഘനമില്ലാത്തത് എവിടെയാണ്? ഉത്തരം ന്യായപ്രമാണം ഇല്ലാത്തിടത്ത്. റോമർ 4:15. അടുത്ത ചോദ്യം, വചനം നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നവരെ എവിടെ വിതയ്ക്കപ്പെട്ട വിത്തിനോടാണ് സമമാക്കിയിരിക്കുന്നത്? ഉത്തരം പാറസ്ഥലത്ത്. മർക്കോസിന്റെ സുവിശേഷം 4:16-17 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, നാം എന്തിനു വേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുന്നു? ഉത്തരം കഷ്ടമനുഭവിപ്പാൻ. 1 തെസ്സലോനിക്കർ 3:3. ഈ പൊതുചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക്
ദൈവവചന പഠനത്തിന് പ്രയോജനകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.